രാജസ്ഥാനിൽ നടന്ന മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ച് വാഴക്കുളം മഞ്ഞപ്പെട്ടി സ്വദേശി മുഹമ്മദ് അയാന് ആദരവ് നൽകി. രാജസ്ഥാനിൽ നടന്ന അണ്ടർ 11 വിഭാഗം, അണ്ടർ 30 വിഭാഗം മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് എറണാകുളം സ്വദേശികളായ വാഴക്കുളം പട്ടിമറ്റം സ്വദേശികളായ 2 മിടുക്കന്മാർ. അവർക്കുള്ള ആദരവ് ചടങ്ങാണ് വസതിയിൽ വെച്ച് നടന്നത്. രാജസ്ഥാനിൽ നടന്ന ദേശീയ മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ടോപ്പ് സ്കോററും ബെസ്റ്റ് പ്ലെയറും കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയ മഞ്ഞപ്പെട്ടി കുതിരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് അയാനെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA മുക്താർ വസതിയിലെത്തി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ഷിഹാബിന്റെ മകൻ മുഹമ്മദ് അയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഒരു സന്തോഷമാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. കുതിരപ്പറമ്പിന്റെ വലിയൊരു മാണിക്യമായി മാറിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നടന്ന ദേശീയ മിനി ഫുട്ബോളിൽ ടോപ്പ് സ്കോററായിട്ട് നമ്മളുടെ അയാൻ മാറിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ നാടിൻ്റെ വലിയ ഒരു ഉത്സവമായാണ് ഇന്ന് ഞങ്ങൾ കാണുന്നത്. ഈ അയാനുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ നടന്ന ഈ മത്സരത്തിലെ വിജയമായിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരം ഒരു സന്തോഷിക്കാനുള്ള സാഹചര്യം തന്നിരിക്കുന്നത് വാപ്പായും ഉമ്മായും അടക്കമുള്ള അയാൻ്റെ പിതാക്കന്മാരും മാതാവുമാണ്. ഞങ്ങൾ നാട് ഒട്ടാകെ ഈ അയാനുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആത്മാർത്ഥമായിട്ട് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. ഷിഹാബിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ CK സിറാജ് സ്വാഗതം പറഞ്ഞു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ അഭിമാനമായി പ്രിയപ്പെട്ട മുഹമ്മദ് അയാൻ മാറിക്കഴിഞ്ഞിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ഷിഹാബിൻ്റെ മകനാണ്. സംസ്ഥാന അണ്ടർ 11 ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന തലത്തിൽ രാജസ്ഥാനിൽ പോയി മത്സരിക്കുകയും ആ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ മാറ്റാൻ അയാന് സാധിച്ചു. ഈ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുത്ത അയാൻ ഇന്ന് ഈ നാടിൻ്റെ സ്വീകരണവുമായിട്ടാണ് ഈ ജനപ്രതിനിധികളടക്കമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PA മുക്താർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാജിദ നൌഷാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ റംല തശ്രീ, ശ്രീ ഷിജു രാഘവൻ അടക്കമുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രിയപ്പെട്ടവർ ശ്രീ അയാനെ കാണാനായി അയാൻ്റെ വസതിയിൽ എത്തിയിട്ടുള്ളത്. ഷിഹാബിന്റെയും സമീനയുടെയും മകനാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അയാൻ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിദ നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ റംല തശ്രീ, ഷിജു രാഘവൻ എന്നിവർ ആശംസകൾ നേർന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സംസ്ഥാന ലെവലിൽ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അതിൽ പങ്കെടുത്ത് നമ്മുടെ നാടിൻ്റെ അല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറുക എന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നും 12 കുട്ടികളെ ഇന്ത്യയിലെ ചാമ്പ്യൻഷിപ്പിൽ നിന്നും 12 കുട്ടികളെ തെരഞ്ഞെടുത്തതിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അയാനുമുണ്ട് എന്നൊരു വളരെ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ എത്രയോ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളുള്ളതിൽ ഒരു 12ാമത്തെ കുട്ടിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അയാനെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ 160 രാജ്യങ്ങളിൽ നിന്നും അപ്പോൾ അവനെ സെലക്ട് ചെയ്ത് അവൻ കളിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അവരുടെയൊക്കെ ജനപ്രതിനിധി ആയിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും നാളെ എവിടെ പോയാലും പറയാൻ പറ്റുന്ന അഭിമാനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും ഇവനെ ഇത്രത്തോളം പ്രചോദനം കൊടുത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അയാൻ ഒട്ടനവധി കാലഘട്ടങ്ങൾ താണ്ടാനുള്ള ഒരു കുട്ടിയാണ്. നമ്മളുടെയൊക്കെ പിന്തുണയാണ് അവന് വേണ്ടത്. അവനെ ഇത്രത്തോളം ആക്കിയ പേരൻസിനെ ഈ സമയത്ത് വളരെയധികം നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായും ചെറുപ്പം തൊട്ട് അവന് കൊടുത്തിട്ടുള്ള ആ വലിയ പിന്തുണയാണ് അവനെ ഇന്ന് ഈ രീതിയിലേക്ക് ആക്കാൻ സാധിച്ചത്. സാധാരണഗതിയിൽ പഠിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ഈ മേഖലയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പിന്തിരിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള മേഖലയാണ് അവനെ കൂടുതൽ പ്രാപ്തമാക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ പേരൻസിനും അവനെ ഇത്രത്തോളം നല്ല രീതിയിലാക്കിയ അധ്യാപകർക്കും ആ സ്കൂളിനും ഈ നാടിനുമെല്ലാം ഇന്ന് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. തീർച്ചയായും അയാൻ ഈ നാടിനെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉയർത്തിപ്പിടിക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ ഇവനുള്ള എല്ലാ നല്ല സാഹചര്യങ്ങൾക്കും എല്ലാ പിന്തുണയും മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിനും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒത്തിരി നന്ദി. അവൻ ഒരുപാട് നല്ല ഭാവിയായിട്ട് നല്ല കുട്ടിയായിട്ട് വളരാനും മറ്റുള്ള കുട്ടികൾക്ക് ഒരു മാതൃകയാവാനും ഒക്കെ പ്രിയപ്പെട്ട അയാന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ നാടിന് അഭിമാനമായ അയാനും
ഫായിദിനും നമ്മുടെ നാടിൻ്റെ തന്നെ എല്ലാവർക്കും സന്തോഷകരമായ രീതിയിൽ അഭിമാനകരമായ രീതിയിൽ പോയി മത്സരിച്ച് വിജയിച്ച് വന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിനൊപ്പം അവരുടെ പാരൻസിന് ഇതിനൊപ്പം നമ്മളതിന് നന്ദി അറിയിക്കുകയാണ്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ നാടിൻ്റെ യശസ് ഇന്ത്യ ഒട്ടുക്ക് അറിയിക്കുന്ന 2 മികച്ച താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇവരുടെ മുന്നിൽ വലിയൊരു ഭാവിയുണ്ട്. ഇനിയും ലോകമറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 30-ൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഫാഹിദ് അബ്ദുൽ അസീസും അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. പട്ടിമറ്റം സ്വദേശിയായ ഫാഹിദ് അബ്ദുൽ അസീസിന്റെയും തസ്നിയുടെയും മകനാണ്. ഫാഹിദിനെയും ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കെ സുനിത, സുമയ്യ ഷിഹാബ്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ KM അബ്ദുൽ അസീസ്, KK ഷാജഹാൻ, അഷ്റഫ് ചീരേക്കാട്ടിൽ, മഹൽ അസോസിയേഷൻ ഭാരവാഹികളായ കമാൽ റിഷാദി, TM അബ്ദുൽ സത്താർ, കോൺഗ്രസ് നേതാക്കളായ ഇസ്മയിൽ കുന്നപ്പള്ളി, ജബാർ നെല്ലിക്കാപ്പള്ളി, അലി തേനൂർ, സിബി സലീം, ഷുക്കൂർ പാലത്തിങ്കർ, റഷീദ് ചേലപ്പള്ളി, റസാഖ് ആശാരിപ്പറമ്പിൽ, മഹൽ പ്രസിഡന്റ് മുഹമ്മദ് വി, പൊതുപ്രവർത്തകരായ അബ്ദുൾ റഹ്മാൻ പാനായിക്കുളം, ജലാൽ, കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ് ഷിഹാബ്, ട്രഷറർ സിറാജ്, സ്റ്റാറ്റസ് ഡയറക്ടർമാരായ ഷിഹാബ് VM, റിയാസ് VM തുടങ്ങിയവരും പങ്കെടുത്തു. ബാലി 7s ഫുട്ബോൾ ഇന്റർനാഷണൽ ടൂർണമെന്റ് ഇന്തോനേഷ്യയിൽ നടക്കുന്ന ബിഗ്ഗസ്റ്റ് ഫുട്ബോൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചതിലും വളരെയധികം സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അയാന്റെ പിതാവ് ഷിഹാബ് അറിയിച്ചു. 4ാമത് മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഓൾ കേരള സെലക്ഷൻ കിട്ടുകയും 4 ദിവസത്തോളം കേരള ടീം ക്യാമ്പ് ബാംഗ്ലൂർ GP നഗറിൽ ക്യാമ്പ് ചെയ്യുകയും അവിടുന്ന് രാജസ്ഥാൻ ഉദയ്പൂരിൽ വെച്ച് നടന്ന 4ാമത് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 20ഓളം സ്റ്റേറ്റുകൾ പങ്കെടുത്ത ബിഗ് ഫുട്ബോൾ കാർണിവലിൽ കേരള അണ്ടർ 11 റണ്ണേഴ്സ് അപ്പ് ആവുകയും ടൂർണമെൻറ്റിൽ ഗുജറാത്തിനെതിരെ ഹാട്രിക് ഗോൾ ഉൾപ്പെടെ 7 ഗോൾ അടിച്ച് ടോപ്പ് സ്കോർ ആവുകയും ബെസ്റ്റ് പ്ലെയർ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്ത മുഹമ്മദ് അയാൻ അതിൽ നിന്നും സെലക്ഷൻ ലഭിച്ച് ബാലിയിൽ നടക്കുന്ന ഇന്തോനേഷ്യയിലെ ബാലി 7s ഇൻ്റർനാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 കാറ്റഗറിയിൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ വച്ച് ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും ഞങ്ങളുടെ മഞ്ഞപ്പെട്ടി കുതിരപ്പറമ്പ് നിവാസികളും എല്ലാവരും ഇവിടെ എത്തി അയാന് പ്രോത്സാഹനവും നൽകി. അതോടൊപ്പം തന്നെ അണ്ടർ 13 കാറ്റഗറിയിൽ ഫാഹിദ് അബ്ദുൽ അസീസ് മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെയുണ്ട്, 2 വാക്ക് സംസാരിക്കും. ഫാഹിദിന്റെ പിതാവെന്ന നിലയിൽ അഭിമാനിക്കുന്നുവെന്ന് അബ്ദുൽ അസീസും അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 28, 29, 30, 31 ദിവസങ്ങളിൽ രാജസ്ഥാനിൽ വെച്ച് നടന്ന അണ്ടർ 30, അണ്ടർ 11 കാറ്റഗറിയിൽ മിനി ഫുട്ബോൾ അസോസിയേഷൻ്റെ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് പങ്കെടുക്കാൻ പറ്റിയ അയാൻ മുഹമ്മദും ഫായിദ് അബ്ദുൽ അസീസും. ഫായിദ് എൻ്റെ മകനാണ്. ഈ ഗെയിമിൽ മിനി ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയും അവിടെ വെച്ച് നടന്ന മത്സരങ്ങളിൽ അയാൻ മുഹമ്മദ് ടോപ്പ് സ്കോററാവുകയും മികച്ച കളിക്കാരനായി അണ്ടർ 11 തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ഫായിദ് അബ്ദുൽ അസീസ് ഏറ്റവും മികച്ച താരവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 20ഓളം സംസ്ഥാനങ്ങൾ പങ്കെടുത്തതിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഈ മക്കൾ ഉൾപ്പെടെ ഒരു 10-12ഓളം കുട്ടികളും പങ്കെടുത്തു. അവരൊക്കെ വളരെ മികച്ച പ്രകടനമാണ് ആ മത്സരത്തിൽ കാഴ്ചവെച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, ഇത് നേട്ടം നമ്മുടെ ചെറിയ ഈ നാടിന് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരുടെ പിതാവാൻ പറ്റിയതിൽ ഞാൻ വലിയ അഭിമാനം കൊള്ളുന്നു. അതുപോലെ എൻ്റെ സുഹൃത്ത് സ്റ്റാറ്റസിൻ്റെ ഓണർ ഷിഹാബും ഞങ്ങളൊക്കെ അവിടെ രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അശ്രാന്തമായ പരിശ്രമവും അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ നിന്ന് കോച്ച് അമൽ, അതുപോലെ തന്നെ നിരഞ്ജൻ എന്നിവരുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കുട്ടികൾ ഈ മികച്ച വിജയം കരസ്ഥമാക്കിയത്. കർണാടകയ്ക്കെതിരെയും അതുപോലെ ഗുജറാത്ത്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ
വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന താരങ്ങളായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്തോനേഷ്യയിൽ നടക്കുന്ന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഈ രണ്ട് മിടുക്കന്മാർക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു സന്തോഷ വിവരം കൂടി പങ്കുവയ്ക്കുന്നു. ഇനിയും കാൽപന്ത് കളിയിലെ വിസ്മയം തീർക്കുവാൻ വേണ്ടിയിട്ട് ഈ മിടുക്കന്മാർക്ക് സാധിക്കട്ടെ, കൂടുതൽ വിജയം കൈവരിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.